എന്നാൽ നോളന്റെ പടം കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. തിയേറ്ററിൽ കാണാം, ഇത് തിയേറ്ററിന് വേണ്ടിയുള്ള പടം. സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്, ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. പ്രതീക്ഷ അത്ര ഇല്ലായിരുന്നു, വയലൻസ് ഒക്കെ. പക്ഷെ അല്ലാതെ കിടിലാണ്, മേക്കിംഗ് പൊളിയാണ്. വെൽക്കം ബാക്ക്. അപ്പോൾ റിവ്യൂസ് എല്ലാം ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് പറഞ്ഞ മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവി സിന്നേഴ്സ്. കുറേ ദിവസമായിട്ട് ഇത് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തൊരു തിയേറ്ററിൽ സിന്നേഴ്സ് റിലീസിന് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ആളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്, ബുക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സിന്നേഴ്സ് കണ്ടിറങ്ങിയ ഓഡിയൻസോട് എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ റിവ്യൂവും റെസ്പോൺസും നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പം നിങ്ങളൊരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. നേരെ സിന്നേഴ്സ് റിവ്യൂയിലേക്ക്. നല്ല പടം, നല്ലൊരു ഡയറക്ഷനാണ്, അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. പറയാനാണെങ്കിൽ അത്യാവശ്യം അങ്ങും കത്തിയിട്ടില്ല പടം. എന്നാൽ നോളന്റെ പടം കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാം ഉണ്ടായിരുന്നു. ഫീൽ ഗുഡ് ഉണ്ട്, ഹൊറർ എല്ലാം കൊണ്ട് അടിപൊളി പടം. ടോട്ടലി മേക്കിംഗ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? മേക്കിംഗ് അടിപൊളിയാണ് കേട്ടോ. മേക്കിംഗ് ആണ് എടുത്ത് പറയേണ്ട, മേക്കിംഗ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ റിവ്യൂ ഒക്കെ കണ്ട് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ് കാണാം. അതെ, അങ്ങനെ തന്നെ വന്ന് കണ്ടതാണ്. ആള് കുറവാണ്, പക്ഷെ സിനിമയ്ക്ക് അത്രയും ആള് പോരാ, അതിൽ കൂടുതൽ ആള് കാണാനുള്ള പടമുണ്ട്. അപ്പോൾ സ്റ്റോറിയും ഇതൊക്കെ വെച്ച് നമ്മൾ കണ്ട പ്രഡിക്ഷൻ ചെയ്ത സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അല്ല, ആക്ച്വലി ഗോസ് എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന ഹൊറർ മൂവി ആണെങ്കിലും വാമ്പയർ ബേസ്ഡ് സ്റ്റോറിയാണ്. അപ്പൊ നമ്മൾ പ്രെഡിക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത്യാവശ്യമൊക്കെ നല്ല രീതിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറി. ഇല്ല, വാമ്പയർ എന്ന് പറഞ്ഞല്ല വന്നത്, ആക്ച്വലി വേറൊരു ഹൊറർ രീതിയിലാണ് വന്നത്, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടലി മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. മസ്റ്റ് വാച്ചാണ്. ഓക്കെ ഓക്കെ, റിയലി നൈസ് ആക്ച്വലി. ഐ മീൻ എല്ലാ ക്യാരക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സാധാരണ ജസ്റ്റ് ഒരു ആക്ഷൻ പടം അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ജോണറൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ടോട്ടലി ത്രില്ലർ ആണോ? ഒരു ഇറ്റ്സ് എ മിക്സ് ഓഫ് എവറിഥിങ്, ആക്ഷൻ, ത്രില്ലർ, എവറിഥിങ്. ഓക്കെ, സ്റ്റോറി ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അതോ ഒരു അടിപൊളിയാണ്, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഭയങ്കര ലാഗായിരുന്നു, സെക്കൻഡ് പാർട്ട് കൊള്ളായിരുന്നു. ഒരു സ്ലോ, ഫസ്റ്റ് ഭയങ്കര സ്ലോ പേസിൽ വന്നിട്ട് പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് അടിപൊളിയായിരുന്നു തോന്നുന്നു. ഓക്കെ, എന്നാലും ആ ക്ലൈമാക്സ് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തിരുന്ന ഒരു ത്രില്ലർ എലമെന്റ്സ് ഒക്കെ തോന്നിയായിരുന്നു, അങ്ങനെ എന്തോ ആയിരിക്കും. ടോട്ടലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഓക്കെയാണ്. സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്, ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. എങ്ങനെയാണ് സിനിമയെ പറ്റി അടിപൊളിയായിരുന്നു. കുറെ കേട്ടിട്ട് തന്നെ വന്നത്, അത് നാളെ പരീക്ഷ ഉണ്ട്, എന്നിട്ട് ഇന്ന് ഇത് കാണാൻ വേണ്ടി വന്നത്. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഉണ്ട്. എങ്ങനെയാണ് ടോട്ടലി തോന്നിയത്? അടിപൊളിയാണ്. ആ മ്യൂസിക് ഒക്കെ നല്ല രസമാണ്. ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടം തന്നെയാണ്. ആണ്, തിയേറ്ററിൽ കാണാം, ഇത് തിയേറ്ററിന് വേണ്ടിയുള്ള പടം. ആ ഒരു ത്രില്ലർ പാർട്ടൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, എക്സ്പെക്ട് ചെയ്തിരുന്നു. അത്ര ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ കൊള്ളായിരുന്നു. നല്ല ടോട്ടലി പോസിറ്റീവായിട്ട് വേറെ എന്തൊക്കെ തോന്നി? ബാക്കി അത് മ്യൂസിക്കാണ് ബെസ്റ്റ് പാട്ട്. ആക്ടിങ് കൊള്ളാം, പക്ഷെ മ്യൂസിക്കും അതെല്ലാം അറ്റ്മോസ്ഫിയർ അടിപൊളിയായിരുന്നു. ഓക്കെ, നോർമൽ ഹോളിവുഡ് മൂവീസിൽ നിന്ന് എന്തെങ്കിലും സ്റ്റോറി ഒക്കെ ഡിഫറെന്റ് ആയിട്ട് തോന്നിയോ? അത്യാവശ്യം ഡിഫറെന്റ് ആണല്ലോ. ഇപ്പൊ റയാൻ കുഗ്ലറിന്റെ പടങ്ങളെല്ലാം അത്യാവശ്യം നല്ലതാണ്. പഴയ പടങ്ങളൊക്കെ അത് നല്ലവരുണ്ട്. അങ്ങനെ അധികം അറിയാതെ വന്നാൽ നല്ലത്, സ്പോയിലർ കണ്ടിട്ട് വന്നിട്ട് കാര്യമില്ല. ഓക്കെ, വർത്ത് വാച്ചാണ്. ടോട്ടലി അടിപൊളിയായിരുന്നു, നല്ലതാണ്. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, ഡയറക്ഷനും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. റിവ്യൂലൊക്കെ ഇങ്ങനത്തെ സ്റ്റോറി പ്ലോട്ടും ഇതൊക്കെ ട്വിസ്റ്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്താണോ വന്നത്? ഇത് ഞാൻ ഒരു ഹൊറർ പടം ബേസ് ആണെന്ന് വെച്ച് വന്നതും, പക്ഷെ വാമ്പയർ അങ്ങനത്തെ ഒരു രീതിയിലുള്ള മൂവിയായിരുന്നു. അപ്പോൾ അത് എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു, പക്ഷെ അല്ലാതെ കിടിലാണ്, മേക്കിംഗ് പൊളിയാണ്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. അതെ ഹൊറർ കുഴപ്പമില്ല, അങ്ങനെ പോസിറ്റീവ് റിവ്യൂ ഒക്കെ കണ്ടു വന്നിട്ട് അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല, അത്രയും കിട്ടിയില്ല. എന്തോ പറ്റി? പ്രതീക്ഷ അത്ര ഇല്ലായിരുന്നു, വയലൻസ് ഒക്കെ. വയലൻസ് ആണോ പ്രതീക്ഷ? ത്രില്ലർ എലമെന്റ്സ് ഒക്കെ പ്രതീക്ഷയാണോ വന്നത്? ട്വിസ്റ്റും അതൊക്കെ പ്രതീക്ഷയായിരുന്നു, പക്ഷെ അത്രക്കില്ലായിരുന്നു. സ്റ്റോറി ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി? ഇങ്ങനത്തെ മൂവീസ് ഒക്കെ കാണുന്ന ആളായതുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയെന്നാണോ? കുഴപ്പമില്ല. മേക്കിംഗ് വോയിസ് ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, തിയേറ്റർ വാച്ച് ആണ്. കൊള്ളാം. ഓക്കെ ബ്രോ, എങ്ങനെയുണ്ടായിരുന്നു പടക്കുതിരയ്ക്ക് ടിക്കറ്റ് കിട്ടാതെ സിന്നേഴ്സിന് കയറിയിട്ട്? പടക്കുതിരയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല, അപ്പോഴത്തേന് നമ്മൾ വിചാരിച്ച് എന്നാൽ സിന്നേഴ്സിന് കയറാണ്. സിന്നേഴ്സിന് കുറേ റിവ്യൂ നമ്മൾ കണ്ട്, അപ്പോഴത്തേന് അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാന്ന് കണ്ടു നോക്കാം എന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷെ സാധാരണ നമ്മൾ കാണുന്ന കണക്കെ ആൾക്കാരുണ്ടായിരുന്നു, ഓഡിയൻസ് ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും റിവ്യൂ കണ്ടിട്ട് വന്ന് കയറിയത്. ചിലരൊക്കെ അല്ലാതെ സ്ഥിരം ഹോളിവുഡ് സിനിമ കാണുന്നവരാണ്. അപ്പോൾ നമുക്ക് പടം എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ മേക്കിംഗ് പക്ക ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് അറിയാമല്ലോ, അതുകൊണ്ട് അതിൻ്റെ രീതി തന്നെ പോയേക്കുന്നു. പിന്നെ എന്താ പറയുന്നത്, ഒരു ഹൊറർ ത്രില്ലർ മൂഡാണ് പടം. സസ്പെൻസ് ആയിട്ട് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ ചില എലമെൻറ്റ്സ് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ എന്നുള്ളൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മേക്കിംഗ് ആണ് പക്ക, മേക്കിങ്ങും മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ ആ സീൻസിനെ ഇങ്ങനെ എലവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്.
പിന്നെ ഒരു പക്ക ഒരു എന്താ പറയുന്നത്, അതിനകത്തൊരു വാമ്പയർ ഈ പറഞ്ഞ കണക്ക് ഒരു ഹൊറർ മിക്സ് ടച്ച് എല്ലാം കൊണ്ട് എല്ലാം ഇമോഷണലി കുറേ കാര്യങ്ങൾ എല്ലാം കണക്റ്റഡ് ആണ്. ഫാമിലി അങ്ങനെയുള്ള എല്ലാ ഇമോഷണലിയും പടം കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ശേഷം ഒരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലേ? തിയേറ്റർ എക്സ്പീരിയൻസ് പക്ക, നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വെറുതെ ആവത്തില്ല, പക്ക തിയേറ്റർ എക്സ്പീരിയൻസാണ്. പക്ഷെ പറഞ്ഞ കണക്ക് ഒരു സ്ലോ ബേസിൽ പോകുന്നുണ്ട്. ഒരു ഫസ്റ്റ് ഹാഫ് ഇച്ചിരി സ്ലോ ബേസിൽ പോകുന്നുണ്ട്. എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് ഭയങ്കര ഫാസ്റ്റ് പടമാണെന്ന് പ്രതീക്ഷ വന്നോണ്ടാണ് കുറെ പേർക്ക് ഡിസപ്പോയിന്റഡ് ആയത്. പിന്നെ നമ്മൾ ചില ഇപ്പോൾ സ്റ്റണ്ടൊന്നും ഈ പറഞ്ഞ കണക്ക് ഫൈറ്റ് ഒന്നും അധികം അത്രയ്ക്കില്ല. ചില മൊമെന്റ്സിലെ ഫൈറ്റ് ഉള്ളൂ. പക്ഷെ ചില മൊമെന്റ്സിൽ നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തും, ഇനി അടുത്തെന്ത് സംഭവിക്കാൻ പോയെന്നുള്ളൊരു സാധനം. പക്ഷെ പടം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു ക്വാളിറ്റി, ഗുഡ് മേക്കിംഗ്, പ്രതീക്ഷ വന്നൊരു ഇത് പ്രതീക്ഷിക്കാതെ കയറിയോണ്ട് നമുക്ക് ആ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് സാധനം. ഓക്കെ. പിന്നെ നല്ലൊരു പക്ക തിയേറ്റർ മസ്റ്റ് വാച്ച് സ്റ്റഫ്. നല്ല പടം. എങ്ങനെയാണ് റിവ്യൂ ഒക്കെ കണ്ട് കാണാൻ വന്നതാണോ? റിവ്യൂ കണ്ടതാണ്. എന്താ പ്രതീക്ഷിച്ച ഒരു സംഭവമാണോ? എങ്ങനെയാണ്? അത് പ്രതീക്ഷിച്ച പോലെ നല്ലൊരു സിനിമയായിരുന്നു. കുറേ നാളെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. ത്രില്ലറാണോ അതോ? അത് എന്തോ അതിനകത്ത് എല്ലാം ഉണ്ട്, എല്ലാ എലമെന്റ്സും ചേർന്ന് നല്ല സർപ്രൈസ് സസ്പെൻസ് ഒക്കെ ഉണ്ട്. നല്ല വാമ്പയർ എലമെന്റ്സ് ഒക്കെ ഇഷ്ടമായി അങ്ങനെ. ഓക്കെ. ഓക്കെ. അതുപോലെ തന്നെ മ്യൂസിക്കും സിനിമാറ്റോഗ്രാഫിയൊക്കെ നന്നായിട്ടുണ്ട്. നോർമലി ഹോളിവുഡിൽ കുറെ കണ്ടൊരു സ്റ്റോറി ഉണ്ട്, അതിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറൻസ് ആയിട്ട് മേക്കിംഗ് ഒക്കെ തോന്നിയത്? മേക്കിംഗ് ഉള്ള സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ട്. അത് പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതെ. യെസ്, അങ്ങനെ ഒരുപാട് പേര് കണ്ടിട്ട് പോസിറ്റീവ് റെസ്പോൺസും സജസ്റ്റ് ചെയ്തൊരു സിനിമയായിരുന്നു ഇംഗ്ലീഷ് എത്തിയ സിന്നേഴ്സ്. ഇത് അടുത്ത നമ്മുടെ തിയേറ്ററിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് സിന്നേഴ്സ് കണ്ടു കഴിഞ്ഞു. ഒട്ടും പ്രതീക്ഷയില്ല. അതിൻ്റെ റിവ്യൂ ഒന്നും ഞാൻ കണ്ടില്ല. ഭയങ്കര പടമാണെന്നുള്ള റെസ്പോൺസാണ്. ഇതിൻ്റെ സ്റ്റോറി എന്താണ്, ജോണർ എന്താണെന്നൊന്നും അറിയാതെ കയറി കണ്ടുകൊണ്ട് തന്നെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ ഒരുപാട് പേര് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് കേൾക്കുമ്പോൾ എന്താണ് ഭയങ്കര ഫാസ്റ്റ് കട്ടുള്ള ഭയങ്കര മൊമെൻറ്റ്സും ഒരുപാട് തിയേറ്റർ എക്സ്പീരിയൻസ് സംഭവങ്ങളൊക്കെ ഉള്ളൊരു സിനിമ പ്രതീക്ഷിച്ച് വന്ന കുറച്ച് പേർക്കാണെന്ന് തോന്നുന്നു സിനിമ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നിയത്. സംഭവം ഒരു സ്ലോ ബേണിങ് സിനിമയാണ്. ഇതിൻ്റെ ഒരു 90% ഡയലോഗ്, ഫസ്റ്റ് ഹാഫ് ഫുള്ളൊരു ഡയലോഗ് ടൈപ്പിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് ആ ഒരു മൂഡിലിരുന്ന് കണ്ടാൽ തന്നെ ഈ സിനിമയുടെ ഫീലിലോട്ടൊന്നും എത്തത്തുള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് സിനിമയുടെ മെയിൻ എലമെൻറ്റ്സ് ഒക്കെ വരുന്നത്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് പരിപാടികളൊക്കെയാണ് സിനിമ ഈ അടുത്ത് കണ്ടത് വെച്ചൊരു ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഒരു പടമായിട്ട് മാറ്റിയത് സിന്നേഴ്സ്. അപ്പോൾ എന്തായാലും സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പറ്റുന്നവരൊക്കെ നല്ലൊരു തിയേറ്ററിൽ പോയിട്ട് നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ള തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഐമാക്സ് ഒക്കെ കുറേ പേര് സജസ്റ്റ് ചെയ്തായിരുന്നു ഈ ഒരു സിനിമയ്ക്ക്. അപ്പോൾ സിന്നേഴ്സ് കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്താൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.